Hi friends, welcome to Jasna's Kitchen. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന പിസ്സയാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഓവന് ഉപയോഗിക്കാതെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അന്ന് പിസ്സയുടെ ഫത്താറിൻ്റെ ഒക്കെ വീഡിയോ ഇട്ട സമയത്ത് ഞാനിതിൻ്റെ എന്താ പറയുക ഉണ്ടാക്കുന്നതൊന്നും കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി കുറേ റിക്വസ്റ്റ് വന്നു ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കാൻ വേണ്ടി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് അടുപ്പിൽ വെച്ചാണ് പിസ്സ ഉണ്ടാക്കിയത്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിരുന്നു. പിന്നെ ഇതിൻ്റെ ഈ ചിക്കന് ഞാൻ കൊടുക്കുന്നത് ചിക്കൻ ഫാജിദ ആണ്. അപ്പോൾ അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിസ്സയുടെ കൂടെ കഴിക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ സോഫ്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പിസ്സ നിങ്ങളും വീട്ടിലുണ്ടാക്കി നോക്കാം. നമുക്ക് റെസിപ്പി നോക്കാം. അപ്പോൾ നമ്മൾ പിസ്സയ്ക്കുള്ള മാവ് കുഴച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടി ഈ ഒരു കപ്പാണ് കേട്ടോ ഇത്, അതിൻ്റെ ഒരു കപ്പ് അളവാണ്. അപ്പോൾ അതിൽ ഒരു ഫുള്ളാക്കാതെ ഞാൻ വെള്ളം എടുത്തിട്ടുണ്ട്, കുറച്ചിട്ട് എടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം, 1 ടീസ്പൂൺ ഉപ്പ്. ഇത് ഒന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ എല്ലാം മെഷറിംഗ് കപ്പിലാണ് കാണിക്കുന്നത്, അതുപോലെ സ്പൂണും അതാണ് മെഷറിംഗ് സ്പൂണാണ് എടുത്തത്. ഇനി ഇതിലേക്ക് 4 ടീസ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇത് ഒലിവ് ഓയിൽ ഉണ്ടെങ്കിൽ ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ സാധാരണ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ടേബിൾ സ്പൂൺ അളവിൽ നിറച്ച് 3 ടേബിൾ സ്പൂൺ തൈര് എടുത്തിട്ടുണ്ട്. അധികം പുളിയൊന്നും ഇല്ലാത്ത തൈരാട്ടോ. അപ്പോൾ 3 ടേബിൾ സ്പൂൺ ഇതുപോലെ നിറച്ചെടുക്കുക. അപ്പോൾ അതും കൂടെ ആ സ്പൂണിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം. ഈ തൈരും അതുപോലെ നമ്മൾ ചേർത്ത ഈസ്റ്റും എല്ലാം നല്ലപോലെ ഒന്ന് മിക്സായി വരണം. ഇനി നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഈ ബേക്കിംഗ് പൗഡർ നിർബന്ധമില്ല കേട്ടോ, വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. പക്ഷേ ഞാനിപ്പോൾ ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മെഷറിംഗ് കപ്പിൻ്റെ അളവിൽ 3 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ വെള്ളത്തിലേക്ക് ഇട്ട് ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഭാഗം എന്നോട് കട്ടായി പോയിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ കുറേശ്ശെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ നല്ലപോലെ കുഴച്ചെടുക്കുക കേട്ടോ. കുറച്ച് ലൂസായിട്ടേ ഇരിക്കുന്നത്, അതൊന്നും കുഴപ്പമില്ല. നിങ്ങൾക്ക് കുഴക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കയ്യിൽ കുറച്ച് പൊടി തൂവിയ ശേഷം ഒന്ന് കുഴച്ചെടുത്താൽ മതി. ആദ്യം മിക്സാക്കി എടുത്ത് ഈ ബൗളിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മേലേക്ക് കുറച്ച് ഓയിൽ ഇതുപോലെ ഒന്ന് കയ്യിലാക്കിയിട്ട് ഒന്ന് തേച്ച് കൊടുക്കുക. അതിനുശേഷം ഇതൊരു ക്ലിങ് ഫില്ലിംഗ് റാപ്പ് കൊണ്ട് ഒന്ന് റാപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ എന്നോട് അന്ന് ഫത്താറിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് ക്ലിങ് ഫിലിം ഇല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ അതിന് വേണ്ടിയാട്ടോ ഞാൻ ഇങ്ങനെ കാണിക്കുന്നത്. ഇപ്പോൾ ഒരു കവർ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ വെച്ചാൽ മതി. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ടൈറ്റായിട്ട് അവിടെ ഇരുന്നോളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ വെച്ച് ഈ കവറിൻ്റെ സൈഡൊന്ന് ഞാനൊന്ന് കെട്ടിയെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊരു ചൂടുള്ള സ്ഥലത്ത് കൊണ്ടുപോയി വെക്കാം. അതായത് അടുപ്പിൻ്റെ മേലെ ഒന്നും കൊണ്ടുപോയി വെക്കാനല്ല പറയുന്നത്, പക്ഷേ നല്ല തണുത്തിരിക്കുന്ന സ്ഥലത്താകുമ്പോൾ ഇത് പൊങ്ങി വരാൻ കുറേ സമയമെടുക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഒന്ന് പുറത്ത് കൊണ്ടുപോയി വെക്കാൻ പോവാണിത്. അപ്പോൾ ഈ പൊടി ഫെർമെൻ്റായി വരാൻ ഒരു 1-2 മണിക്കൂർ എടുക്കും. അപ്പോഴേക്കും നമുക്ക് കുറച്ച് ചിക്കൻ ഫാജിദ ഉണ്ടാക്കാനുള്ളത് ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനുവേണ്ടി ചിക്കൻ ഞാൻ ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഒരുപാട് ചിക്കനൊന്നും വേണ്ട, നമുക്കൊരു 100-150 ഗ്രാമോളം ചിക്കൻ മതിയാവും. ഇതിലേക്ക് ഞാൻ ഒരു ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ ചിക്കൻ ഫാജിദ കുറച്ച് സ്പൈസിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അതിന് വേണ്ടി മസാലകൾ ഇനി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ചതച്ച മുളക് ചേർത്ത് കൊടുക്കുകയാണ്, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടിയാണിത്. അപ്പോൾ ഇതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാൻ മറന്നു പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുക. കാരണം നമ്മളിങ്ങനെ മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ഓയിലും കൂടെ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ അത് നല്ലതായിരിക്കും. നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്തൊക്കെ ഇതൊന്ന് സോഫ്റ്റ് ആയിരിക്കാനൊക്കെ നല്ലതാണ്. മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. അടുത്തത് നമുക്ക് പിസ്സയ്ക്ക് വേണ്ടിയുള്ള സോസ് റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി ഒരു കുക്കറിലേക്ക് ഒരു മീഡിയം സൈസ് സവാള ചേർത്തിട്ടുണ്ട്, 5 കാശ്മീരി ചില്ലി, 10 അല്ലി വെളുത്തുള്ളി, ഒരു 3 ടൊമാറ്റോ ഇതുപോലെ ഒന്ന് സെൻറ്ററിൽ കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് തൊലി കളയാൻ വേണ്ടിയാണ്. അപ്പോൾ ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം.
ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് നല്ലപോലെ വേവിച്ചെടുക്കണം, അപ്പോഴേ അരച്ചാൽ അതിൻ്റെ ടേസ്റ്റ് കിട്ടുകയുള്ളൂ. അപ്പോൾ കുക്കറിൽ ഞാൻ 2 വിസിൽ വരുന്നത് വരെ നല്ലപോലെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇത് തൊലിയൊന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഇതിലേക്ക് ഞാനൊരു കഷ്ണം ക്യാപ്സിക്കം കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി അത് നല്ലപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് ഞാനൊരു സോസ് പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ച ശേഷം അതിലേക്ക് ഞാൻ അരച്ച് വെച്ച പേസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണ്. നമുക്കിതിലേക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ ചേർത്ത് ഇത് നല്ലപോലെ ഒന്ന് കുറുക്കിയെടുക്കണം. അല്ലെങ്കിൽ ഞാൻ ഫത്തായറിൽ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഈ ടൊമാറ്റോ പേസ്റ്റും ചേർത്ത് ഞാൻ അതിലൊരു എൻ്റേതായിട്ടുള്ളൊരു റെസിപ്പി കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് വേണമെങ്കിൽ അതുപോലെയുള്ളൊരു സോസ് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ നിറച്ച് കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ല കളറും ആവശ്യത്തിനുള്ള എരിവും കിട്ടാൻ വേണ്ടിയാണ്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ നിറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ പ്യൂരിയാണിത്. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഇനിയിപ്പോൾ ഇതില്ലെങ്കിൽ ഇതിന് പകരമായിട്ട് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ഒഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂൺ വിനാഗിരിയും ഒഴിച്ച് കൊടുക്കണം. ഇനി നമുക്ക് വേണ്ടത് പിസ്സ ഹെർബ്സ് ആണ്. ഇത് നിങ്ങൾക്ക് ഇതുപോലെ ഒരു കുപ്പിയിൽ വാങ്ങിക്കാൻ കിട്ടും. ഇനിയിപ്പോൾ ഇത് നിങ്ങളുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ ഇതിന് പകരമായിട്ട് കുറച്ച് ബേസിൽ ലീവ്സ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് 1 ടേബിൾ സ്പൂൺ ചേർത്ത് ഞാനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതില്ലെങ്കിലും കിട്ടാനില്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ, നിങ്ങൾക്ക് ആ ഭാഗം സ്കിപ്പ് ചെയ്യാം. ഈ പിസ്സയുടെ സ്പൈസസ് കിട്ടുകയാണെങ്കിൽ അതൊരു ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ സോസ് ഒന്ന് നല്ലപോലെ കുറുക്കിയെടുത്തിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു പാകത്തിന് മാറ്റി വെക്കാം. അപ്പോൾ ഇനി നമ്മുടെ പൊടി ഒന്ന് നോക്കാം. ഇപ്പോൾ പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ, നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ കറക്റ്റ് 1 മണിക്കൂർ 45 മിനിറ്റാണ് എടുത്തത് ഇത് ഒന്ന് നല്ലപോലെ ഫെർമെൻ്റായി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഓരോ ആളുകളും അവിടുത്തെ ക്ലൈമറ്റ് അനുസരിച്ചായിരിക്കും. നല്ല ചൂടുള്ള സ്ഥലത്തൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ റെഡിയായി വരും കേട്ടോ. ഇവിടെ ഇപ്പോൾ അത്ര ചൂടൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിപ്പം 1.5 മണിക്കൂർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലപോലെ ഒന്നുകൂടെ കുഴച്ച് വെക്കുക. അതിന് ശേഷം വേണം പിസ്സ ഉണ്ടാക്കാൻ. ഇതിനി ഒന്നും കൂടെ പൊങ്ങി വരും. അപ്പോൾ അതിന് കുറേ സമയമൊന്നും എടുക്കില്ല, ഒരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ അത് റെഡിയായി കിട്ടും. നമുക്ക് ചിക്കൻ ഒന്ന് ഫാജിത ഉണ്ടാക്കിയെടുക്കണം. ആ സമയമാകുമ്പോഴേക്ക് നമുക്കിതൊന്നുകൂടെ കുഴച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് ഇനി കവറിൻ്റെ ഉള്ളിലിട്ട് കിട്ടുമെന്ന് വേണ്ട, ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ ഞാൻ ചിക്കന് ഇവിടെ ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളി ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്, അത് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ചിക്കന് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ആദ്യം ഇതിൻ്റെ വെള്ളമൊക്കെ വന്ന് ഒന്ന് കുക്കായ ശേഷം ആ വെള്ളമൊക്കെ വറ്റി ഒന്ന് ഡ്രൈ ആയി വരണം. ഈ ചിക്കൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ക്യാപ്സിക്കം കട്ട് ചെയ്തതും അതുപോലെ തന്നെ കുറച്ച് സവാള കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് പിസ്സയുടെ മേലേക്ക് വേറെ സെപ്പറേറ്റ് ആയിട്ട് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതൊരു മസാല മാത്രം ഇട്ട് കൊടുത്താൽ മതിയാവും. അപ്പോൾ കുറച്ച് സവാള ഞാനിതുപോലെ സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇതെല്ലായിട്ടൊന്ന് വിടർത്തി കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ചേർത്ത് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. കുറേ നേരം കുക്കായി കിട്ടുമൊന്നും വേണ്ട, ഒരു 2-3 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ പിസ്സ സോസൊക്കെ ചൂടാറി വരുന്നേ ഉള്ളൂ. ഇത് കണ്ടോ, നല്ല തിക്കായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പൊടി ഞാനൊന്ന് നോക്കിയപ്പോൾ നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. കണ്ടോ, സെക്കൻഡ് ടൈം ഇതുപോലെ കുഴച്ച് വെക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. അപ്പോൾ ഞാൻ ഒന്നുകൂടെ മിക്സ് ആക്കിയിട്ട് നമുക്ക് പിസ്സക്ക് വേണ്ടത് പരത്തിയെടുക്കാൻ പോവുകയാണ്. ഇതിലൊരു ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ അതൊരു പിസ്സ ഉണ്ടാക്കാനുള്ള തവയിലേക്ക് വിരിച്ച് റെഡിയാക്കി വെക്കുക കേട്ടോ. അപ്പോൾ ഞാനിതാ ഇതുപോലെ ഒരു തവയിൽ ഒരു പഴയ തവന എടുത്തോളാം കട്ടിയുള്ളത്. അപ്പോൾ ഞാനിതിലൊരു പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മേലേക്കായിട്ട് ഇതാ ഒരു വലിയ ഉരുള മാവ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് കൈകൊണ്ട് തന്നെ പരത്തി കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ലൂസായി കുഴച്ച് വെക്കുന്നതുകൊണ്ടുള്ള ഗുണം ഇതാണ്, നമുക്ക് പെട്ടെന്ന് തന്നെ ഇതുപോലെ പരത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് കുറച്ച് വലിയ പിസ്സ ആണ് കേട്ടോ, വലിയ ഒരു തവയാണ് ഞാനിതിന് വേണ്ടി എടുത്തത്. ഏറ്റവും പഴയ തവ തന്നെ എടുത്തോളാം, കാരണം ഇങ്ങനെ തവയിലിട്ട് കുറേ സമയമൊക്കെ ബേക്ക് ചെയ്യുന്ന സമയത്ത് ആ തവ ചീത്താവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഏറ്റവും പഴയ തവ നോക്കിയാണ് എടുത്തത്. അപ്പോൾ പിസ്സ നന്നായിട്ട് വട്ടത്തിൽ പരത്തിയെടുത്തിട്ടുണ്ട് ഇതുപോലെ. ഇനി നമുക്ക് ഈ ഫോർക്ക് വെച്ചിട്ട് ഉള്ളിലൊക്കെ നന്നായി ഒന്ന് ഹോൾ ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ ഫോർക്കില്ലെങ്കിൽ വേറെ എന്തെങ്കിലും വെച്ച് ഇതുപോലെ ഒന്ന് കുത്തിട്ട് കൊടുത്താൽ മതി, കാരണം ഇതിൻ്റെ ഉള്ളിലേക്ക് ഈ സോസ് ഇറങ്ങാൻ വേണ്ടിയാണ്.
പിന്നെ ഈ പിസ്സൻ്റെ നടുഭാഗം ഉണ്ടല്ലോ അത് പൊങ്ങി വരാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ കുത്തിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് സോസ് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിൻ്റെ ഏറ്റവും അരികു ഭാഗത്തേക്ക് ആവാതെ ശ്രദ്ധിക്കുക കേട്ടോ. നമുക്ക് ആ ഭാഗത്ത് എഗ് വാഷ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അത് നിങ്ങൾക്ക് നിർബന്ധമില്ല, പക്ഷെ ഞാൻ ചെയ്ത് കൊടുക്കാറുണ്ട്. ചെയ്ത് കൊടുക്കുമ്പോൾ ആ ഭാഗം നല്ല ഭംഗിയായിരിക്കും, നല്ലൊരു ഷൈനിങ് ആയിരിക്കും കാണാനായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ആ ഭാഗത്തൊന്ന് എഗ് വാഷ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി മാറ്റി വെക്കുന്നത്. അപ്പോൾ ഈ സെൻറ്റർ ഭാഗത്തൊക്കെ ഞാൻ ഇതുപോലെ ഈ സോസ് തേച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ചിക്കൻ ഫാജിദ ഉണ്ടാക്കി വെച്ചതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് നല്ല സ്പൈസി ആയിട്ടുള്ളൊരു പിസ്സ ആണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ. അപ്പോൾ ഇതൊന്ന് എല്ലാ ഭാഗത്തും എത്തുന്ന പോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ എല്ലാ ഭാഗത്തും സ്പ്രെഡാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലേക്ക് ഞാൻ കുറച്ച് ഒലീവ്സ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ കുറച്ച് ഗ്രീൻ ഒലീവ്സും കുറച്ച് ബ്ലാക്ക് ഒലീവ്സും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഒലീവ്സ് ഇഷ്ടമാണ്, അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി നമുക്കിതിൻ്റെ മേലേക്ക് ചീസ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ചേർക്കുന്നത് മൊസറല്ല ചീസാണ്. അപ്പോൾ കഴിഞ്ഞ സമയം ഫത്താറിൻ്റെ വീഡിയോ ഇട്ട സമയത്ത് എന്നോട് 1-2 പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ മൊസറല്ല ചീസ് ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചീസാണ് ചേർക്കേണ്ടതെന്ന്. അപ്പോൾ അതിന് പകരമായിട്ട് നിങ്ങൾക്ക് സ്ലൈസ് ചേർത്ത് കൊടുത്താലും ഇതുപോലെ മെൽറ്റായി കിട്ടും. ഞാനിതിൻ്റെ മേലേക്ക് കുറച്ച് പിസ്സയുടെ സ്പൈസസും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതും ഓപ്ഷണലാണ് കേട്ടോ. ടോപ്പിംഗ് ഒക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. ഇപ്പോൾ അടുപ്പിൻ്റെ മേലെ ഞാൻ ഇതുപോലെ കട്ടിയുള്ള ഒരു തട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മേലെയാണ് ഞാൻ ഈ തവ വെച്ച് ബേക്ക് ചെയ്യാൻ പോകുന്നത്. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു വലിയ മൂടി വെച്ച് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുക. പിന്നെ ഇതിൻ്റെ എഗ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മുട്ടയുടെ മഞ്ഞ മാത്രം ഞാനൊന്ന് കലക്കിയെടുത്തതാണ്. അപ്പോൾ അതൊന്നൊരു ബ്രഷിലാക്കിയ ശേഷം ഇതുപോലെ ഈ സൈഡിലുള്ള ഭാഗത്ത് മാത്രം ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് കാണാൻ നല്ലൊരു ഭംഗിയായിരിക്കും. നിങ്ങൾക്കത് ബേക്ക് ചെയ്ത് കാണുമ്പം അറിയാൻ പറ്റും, നല്ലൊരു ഷൈനിങ് ആയിരിക്കും ആ അരികു ഭാഗം. അപ്പോൾ ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് അടച്ച് വെച്ച് ഒരു 40 മിനിറ്റ് വരെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കേണ്ടി വരും കേട്ടോ. നമുക്ക് ലാസ്റ്റ് നോക്കാം സമയം എത്ര വരുന്നുണ്ടെന്ന്. വെച്ച് ചെറിയ തീയിലിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ഇതൊന്നും ഉള്ളു വേവില്ല. ഇനി ഞാൻ ചെറിയ ഫത്താറാണ് ഉണ്ടാക്കുന്നത് കാണിച്ചപ്പോൾ അതുപോലെ മിനി പിസ്സ ഉണ്ടാക്കാനുള്ളതാണിത്. ഇതുപോലെ ഒരു ചെമ്പിൽ ഞാൻ ഉപ്പ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മേലെ ഒരു തട്ട് വെച്ച് കൊടുക്കുക. ആ തട്ടിൽ നിറച്ച് ഉപ്പ് നിറച്ച് കൊടുക്കുക കേട്ടോ. ഇനി അതിൻ്റെ മേലേക്ക് ഒരു ട്രേയിൽ ഒരു ബേക്കിംഗ് ഷീറ്റ് വിരിച്ചു, അതിലിതുപോലെ ചെറിയ പിസ്സകൾ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഫത്താർ ഉണ്ടാക്കുകയാണെങ്കിലും ഇതുപോലെ തന്നെ ചെയ്യുക കേട്ടോ. ഇതുപോലെ ഒരു ട്രേയിൽ വെച്ച് കൊടുത്ത ശേഷം ഇതുപോലെ ബേക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഈ മിനി ഫത്താർ ഞാൻ അടച്ചു വെച്ച ശേഷം ഒരു 25 മിനിറ്റ് ഇത് കുക്ക് ചെയ്തെടുത്തതാണ്. അപ്പോൾ ഈ ഫത്താർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. സോറി, ഫത്താറല്ല, മിനി പിസ്സയാണ്. അപ്പോൾ ഞാൻ ഫത്താർ വെക്കുകയാണെങ്കിലും ഈ ഒരു റെസിപ്പിയിൽ തന്നെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഇതുപോലെ ഒരു സ്ക്രൂ വെച്ച് ഒന്ന് കുത്തി നോക്കുക. അപ്പോൾ ഇത് അതിൽ പറ്റി പിടിക്കുന്നില്ലെങ്കിൽ നമ്മുടെ പിസ്സ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് കാണിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എല്ലാവരും ഉണ്ടാക്കുമ്പോൾ ഒരേ കട്ടിയിലോ ഒരേ വലുപ്പത്തിലോ ഒന്നുമല്ല ഉണ്ടാക്കുക. അപ്പോൾ അത് വലുപ്പം കൂടുമ്പോൾ കട്ടി കൂടുമ്പോൾ അത് വേവാനും കുറച്ച് സമയമെടുക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് പെട്ടെന്ന് അറിയാൻ പറ്റും. പിന്നെ ഇതുപോലെ ചെമ്പിലേക്ക് ഇറക്കി വെക്കുമ്പോൾ ഇങ്ങനെ ഒരു ഫോയിലിൻ്റെ പീസ് ഞാൻ ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ നമുക്കിത് പൊക്കിയെടുക്കാനൊക്കെ സുഖമാണ്. അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന സമയത്തൊക്കെ നമ്മളെ കൈ അതിൽ തട്ടി കൈ പൊള്ളാൻ ചാൻസ് ഉണ്ട്. ഇനി വലിയ പിസ്സ തുറന്ന് നോക്കുക. ഇതുണ്ട്, ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇത് 45 മിനിറ്റ് എടുത്തു ഇത് കുക്കായി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ സൈഡൊക്കെ കണ്ടാൽ അറിയാൻ പറ്റും ഇതൊക്കെ പാനിൽ നിന്ന് വിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇതൊന്ന് ഇതുപോലെ കുത്തി നോക്കിയാൽ ഇതിൻ്റെ മേലൊന്നും പറ്റി പിടിക്കുന്നില്ല, എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ വെക്കുമ്പോഴും അതൊക്കെ ഒന്ന് ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. കുക്ക് ചെയ്യുന്ന സമയം എല്ലാത്തിനും ഒരേപോലെ ആയിരിക്കില്ല. നിങ്ങൾ ഉണ്ടാക്കുന്ന വലുപ്പമൊക്കെ അനുസരിച്ച് നോക്കുക. ഇത് കണ്ടോ, ഇതിൻ്റെ താഴ്ഭാഗത്തൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ഗുണ്ടുമണി പോലെ ഇരിക്കുന്ന പിസ്സ ആണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. പക്ഷേ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, അത് കുക്ക് ചെയ്യുന്ന സമയമൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇത് പ്രത്യേകിച്ചൊന്ന് ടൂത്ത് പിക്ക് കൊണ്ടോ ഒന്ന് കുത്തി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് ബേക്ക് ചെയ്യുന്ന സമയം അറിയാൻ പറ്റും, അത് കുക്കായി വന്നിട്ടുണ്ടോ എന്ന് അറിയാൻ പറ്റും. അതുകൊണ്ട് ഇത് നല്ല സോഫ്റ്റായിട്ടായിരിക്കണം. ഇത് നെക്കി നോക്കുമ്പോൾ നമുക്കത് അറിയാൻ പറ്റും. അപ്പോൾ നമ്മുടെ 2 പിസ്സയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ മിനി പിസ്സ ഞാൻ കാണിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഫത്താറിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ആ ഫത്താറും ഇതുപോലെ തന്നെ ചെയ്തെടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ ഈ മിനി പിസ്സ ബേക്ക് ചെയ്യുന്നത് കാണിച്ചല്ലോ ചെമ്പിൽ വെച്ചിട്ട്, അപ്പോൾ അതുപോലെ തന്നെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഈ പിസ്സയും വലിയ പിസ്സ ഞാനൊന്ന് കട്ട് ചെയ്ത് നോക്കിയതാണ്. കണ്ടു, നല്ല ചീസൊക്കെ മെൽറ്റായി ഇതിൻ്റെ അടിഭാഗം അതുപോലെ തന്നെ പെർഫെക്റ്റ് ആയിട്ടാണ് വന്നത്. അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ഈ ചിക്കൻ്റെ മാരിനേഷൻ അതുപോലെ തന്നെ ഒന്ന് ചെയ്ത് നോക്കുക, ഈ ചിക്കൻ ഫാജിദ ഇട്ടിട്ട്. കാരണം നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ സ്പൈസി ഫുഡ് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. ഇനിയിപ്പോൾ സ്പൈസി ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഇതിൻ്റെ കുറച്ച് എരിവൊക്കെ കുറച്ചിട്ട് ഇട്ട് നോക്കുക കേട്ടോ.
അപ്പം തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ താഴെ കാണുന്ന റെഡ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതിൽ കാണുന്ന കുഞ്ഞ് ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷനും പെട്ടെന്ന് തന്നെ കിട്ടുന്നതാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് ജസ്നാസ് കിച്ചൻ.